കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ ഉത്തരകാണ്ഡ 1-ാം സർഗം കഴിഞ്ഞു. നമ്മൾ ഉത്തരകാണ്ഡം 2-ാം സർഗത്തിലേക്ക് കടക്കുകയാണ് ഇന്ന്. അപ്പോൾ ആസ് യൂഷ്വൽ ശിവൻ പറയുകയാണ് ശ്രീപാർവതിയോട്. ശ്രീ മഹാദേവ ഉവാച. ആദ്യത്തെ ശ്ലോകം. ശ്രീരാമവചനം ശ്രുത്വാ പരമാനന്ദ നിർഭര മുനിപ്രോവാച സദസി സർവേഷാം തത്ര ശൃണ്വതാം. ശ്രീരാമൻ്റെ വചനത്തെ ശ്രുത്വ കേട്ടിട്ട് പരമാനന്ദ നിർഭര, പരമാനന്ദം അനുഭവിക്കുന്ന മുനി അല്ലെങ്കിൽ പരമാനന്ദനായ മുനി തത്ര സദസി ആ സദസ്സിൽ സർവേഷാം ശൃണ്വതാം എല്ലാവരും കേൾക്കെ പ്രോവാച പറഞ്ഞു. ശ്രീരാമൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ വളരെ ആനന്ദഭരിതനായിട്ടുള്ള അഗസ്ത്യമുനി ആ സഭയിലുള്ളവരൊക്കെ കേട്ടും കൊണ്ടിരിക്കെ ഇങ്ങനെ പറഞ്ഞു. ശ്രീ മഹാദേവവാച. ശ്രീരാമവചനം ശ്രുത്വാ പരമാനന്ദ നിർഭര മുനി പ്രോവാച സദസി സർവേഷാം തത്ര ശൃണ്വതാം. അഥ വിത്തേശ്വരോ ദേവസ്തത്ര കാലേന കേനചിത് ആയയൗ പുഷ്പകാരൂഢ പിതരം ദ്രഷ്ടുമോജസ. അഥ വിത്തേശ്വര ദേവ. അനന്തരം വിത്താധിപനായിട്ടുള്ള ദേവൻ കുബേരൻ അല്ലെങ്കിൽ വൈശ്രവണൻ അല്ലെങ്കിൽ കുബേരൻ കേനചിത് കാലേന കാലക്രമത്തിൽ പുഷ്പകാരൂഢ പുഷ്പവിമാനത്തിൽ കയറി ഓജസ തേജസ്സോടു കൂടി തത്ര പിതരം ദ്രഷ്ടും അവിടെ പിതാവിനെ കാണുവാനായി ആയയൗ ആഗമിച്ചു. അങ്ങനെ ഒരിക്കൽ ധനാധിപനായിട്ടുള്ള കുബേരൻ അല്ലെങ്കിൽ വൈശ്രവണൻ കുറേ കാലം കഴിഞ്ഞപ്പോൾ അച്ഛനെ കാണാനായിട്ട്, അതായത് വിശ്രവസ് മഹർഷിയെ കാണാനായിട്ട് പുഷ്പവിമാനത്തിലിരുന്ന് മഹാതേജസ്വിയായിട്ട് ആ വിശ്രവസിൻ്റെ ആശ്രമത്തിലേക്ക് വന്നു. ഒരു ദിവസം അച്ഛനെ കാണാനായിട്ട് കുബേരൻ വന്നു. അഥ വിത്തേശ്വരോ ദേവസ്തത്ര കാലേന കേനജിത് ആയൗ പുഷ്പകാരൂഢ പുഷ്പകം വിമാനത്തിലെ പിതരം ദ്രഷ്ടുമോജസ. ശരിക്കും കുബേരൻ്റെ ആയിരുന്നു പുഷ്പവിമാനം. ഇനി 3-ാമത്തെ ശ്ലോകം. ദൃഷ്ട്വാ തം കൈകസി തത്ര ഭ്രാജമാനം മഹൗജസം രാക്ഷസി പുത്രസാമീപ്യം ഗത്വാ രാവണമബ്രവീത്. അപ്പോൾ കൈകസി, ഈ രാക്ഷസി കൈകസി സുമാലിയുടെ മകളെ പറഞ്ഞില്ലേ, പിന്നെ വിവാഹം കഴിച്ചുല്ലോ രാക്ഷസി വിശ്രവസിനെ. രാക്ഷസിയായ കൈകസി തത്ര ഭ്രാജമാനം അവിടെ പ്രകാശിക്കുന്ന മഹൗജസം നല്ല തേജസ്വിയായിട്ടുള്ള ആ കുബേരനെ ദൃഷ്ട്വ കണ്ടിട്ട്, അപ്പോൾ കുബേരൻ പുഷ്പവിമാനത്തിൽ വന്നിട്ട് അച്ഛനെ വന്ദിക്കുന്നത് കണ്ടു. പിന്നെ 2ാമത്തെ ഭാര്യയായിട്ടുള്ള ഈ കൈകസി കണ്ടിട്ട് പുത്രസാമീപ്യം ഗത്വ വേഗം രാവണൻ്റെ അടുത്ത് പോയിട്ട് രാവണനോട് രാവണനോട് പറഞ്ഞു എന്ന്. അപ്പോൾ ആ ആശ്രമത്തിൽ നല്ല പ്രഭാവശാലിയായിട്ടുള്ള കുബേന്ദ്രൻ വന്ന് പിന്നെ സ്വന്തം അച്ഛനെ കാണാൻ വന്നത് കണ്ടപ്പോൾ കൈകസി, ഈ സുമാലിയുടെ മകളെ രാക്ഷസിയായിട്ടുള്ള കൈകസി അത് കണ്ടപ്പോൾ പിന്നെ അസൂയേണേ സ്വന്തം പുത്രനായിട്ടുള്ള രാവണൻ്റെ അടുത്ത് പോയിട്ട് ഇപ്രകാരം പറഞ്ഞു. ദൃഷ്ട്വാ തം കൈകസി തത്ര ഭ്രാജമാനം മഹൗജസം രാക്ഷസി പുത്രസാമീപ്യം ഗത്വാ രാവണം അബ്രവീത്. എന്താ പറഞ്ഞേ? പുത്ര പശ്യ ധനാധ്യക്ഷം ജ്വലന്തം സ്വേന തേജസ ത്വമപ്യേവം യഥാ ഭൂയാൽ തഥാ യത്നം കുരു പ്രഭോ. പുത്ര, ഹേ പുത്ര, രാവണനോട് പറയണം, സ്വേന തേജസ സ്വന്തം തേജസ് കൊണ്ട് ജ്വലന്തം ധനാധ്യക്ഷം ശരിക്കും ജ്വലിക്കണ ഈ കുബേരനെ പശ്യ നീ നോക്കി നോക്കൂ, സ്വന്തം തേജസ് കൊണ്ട് ജ്വലിക്കണു. പ്രഭോത്വം അഭി നീയും ഹേ സമർത്ഥ നീയും യഥാ ഏവം ഭൂയ ഇതേപോലെ പ്രകാശിക്കണം എന്ന് എങ്ങനെ ആയാലാണ് നീയും ഇതുപോലെ പ്രകാശിക്കുക. തഥാ യത്നം കുരു അതിനുവേണ്ടി നീ പ്രയത്നിച്ചാലും. നിൻ്റെ ഈ സ്റ്റെപ്പ് ബ്രദറായിട്ടുള്ള കുബേരൻ്റെ ആ തേജസ്സും പ്രഭാവവും കണ്ടില്ലേ,
നിനക്ക് ഇതുപോലെ ആവാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നീ അതിനു വേണ്ടി പ്രയത്നിച്ചാലും എന്ന് പറഞ്ഞു. അതായത് ഈ കുബേരനെ പോലെ ആവണം തൻ്റെ മകൻ എന്നാണ് മോഹം. കമ്പയർ ചെയ്യാണ്. അപ്പോൾ പോരാ തോന്നിയിട്ട് അതുപോലെ ആവണം പറയുക. പുത്രപശ്ചധനാധ്യക്ഷം ജ്വലന്തം സ്വേന തേജസാം, ഇതുപോലെ ആവാൻ നീ ശ്രമിക്കൂ എന്ന് പറയുക. പിന്നെ ത്വമപ്യേവം യഥാ ഭൂയാസ് തഥാ യത്നം കുരു പ്രഭോ, അതിനുവേണ്ടി ശ്രമിക്കാൻ. ഇനി 5ഉം 6 ഒരു വരി. തച്ഛുത്വാ രാവണോ രോഷാൽ പ്രതിജ്ഞാം അകരോദ്രുതം ധനദേന സമോ വാപി ഹ്യധികോ വാചിരേണ തു ഭവിഷ്യാം അംബമാം പശ്യ സന്താപം ത്യജസുവ്രതേ. അപ്പോൾ രാവണനൊക്കെ രജോ ഗുണപ്രധാനികളല്ലേ. അപ്പോൾ തശ്രുത്വ, അത് കേട്ടിട്ട് രാവണൻ രോഷാൽ, ദേഷ്യം വന്നു. അസൂയയിൽ നിന്നുണ്ടാവുന്ന ദേഷ്യമായിട്ടും അത് ദേഷ്യത്തോടെ തന്നെക്കാളും കേമനായിട്ടൊരു ആളുണ്ടെന്നുള്ള ദേഷ്യത്തിൽ നിന്നും ഉണ്ടായ അസൂയാണ്. ദ്രുതം പ്രതിജ്ഞാം അകരോത്, വേഗം ഒരു പ്രതിജ്ഞ ചെയ്തു. ധനദേന സമഹ വാ, ഈ കുബേന്ദ്രനോട്, ധനപതി ആയിട്ടുള്ള കുബേരനോട് സമനോ അതിലധികമോ, അധിക അബീവ അല്ലെങ്കിൽ അധികം അതിൽ മീതെയോ ആയിട്ട് അചിരേണ ഭവിഷ്യാമി, ഞാൻ അതിനേക്കാൾ കേമനാവും. ഒന്നുകിൽ ഞാൻ അത്രയോ അതിനേക്കാളുമോ കേമനാവും. അചിരേണ താമസിയാതെ. അമ്പ, ഹേ അമ്മേ, മാം പശ്യ, എന്നെ നോക്കൂ. സുവ്രതേ, ഹേ പതിവ്രതേ, സന്താപം ത്യജ, നോക്കൂ ഞാനാ പറയണത്, ദുഃഖം വേണ്ട എന്ന് പറഞ്ഞു. രാവണനെ ഈ അമ്മയുടെ വാക്യം, മാതൃവാക്യം കേട്ടിട്ട് രാവണൻ കോപാകുലനായിട്ട് ശപഥം ചെയ്തു. എന്താ? കാലതാമസം വരുത്താണ്ട് ഞാൻ കുബേരനോട് തുല്യനോ അവനേക്കാൾ മീതെ ഉള്ളവനോ ആയിത്തീരും. ഹേ അമ്മേ, എന്നെ കടാക്ഷിച്ചോളൂ. ഹേ പതിവ്രതേ, നിന്റെ ദുഃഖത്തിനെ ഉപേക്ഷിച്ചാലും ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞാൻ കുബേരനേക്കാൾ കേമനാവും വേഗം എന്ന് പറഞ്ഞു. തശ്രുത്വാ രാവണോ രോഷാൽ പ്രതിജ്ഞാമകരോദ്യുതം ധനദേന സമോവാഭീഹ്യധികോ വാചിരേണ തു ഭവിഷ്യാമ്യംബ മാം പശ്യ സന്താപം ത്യജസുവ്രതേ ഇത്യുക്ത്വാ ദുഷ്കരം കർത്തും തപ സദശകന്ധര ആഗമൽബലസിദ്ധ്യർത്ഥം ഗോകർണം തു സഹാനിജഃ. ഇത് ഉക്ത്വ, ഇതും പറഞ്ഞിട്ട് ദുഷ്കരം തപഃ കർത്തും, വളരെ വിഷമായിട്ടുള്ള തപസ് ചെയ്യാനായിട്ട് ദശകന്ധര, ആ ദശാനനൻ 10 തലയുള്ള രാവണൻ സഹാനുജ, അനുജന്മാരോടുകൂടി ഫലസിദ്ധ്യർത്ഥം, അതായത് ഫലം കാക്ഷിച്ചുകൊണ്ട് ഗോകർണം തു ആഗമത്, ഗോകർണത്തിലേക്ക് പോയിന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് രാവണൻ, അതായത് വേറൊരാൾക്കും സാധിക്കാത്തത്ര വിഷമുള്ള തപസ് ചെയ്യാനായിട്ട്, അങ്ങേയറ്റം തീവ്രമായിട്ടുള്ള തപസ് ചെയ്യാനായിട്ട്, ഇത് അമ്മോട് പറഞ്ഞതിന് ശേഷം തീവ്രമായ തപസ് ചെയ്യുവാനായിട്ട് അനുജന്മാരോടും കൂടി, അതായത് കുംഭകർണനോടും വിഭീഷണനോടും കൂടി വേഗം തപസ് ചെയ്താൽ വേഗം ഫലം കിട്ടുന്ന സ്ഥലമാണ് അത്ര ഗോകർണം. ഗോകർണത്തിലേക്ക് പോയി. ഇത്യുക്ത്വാ ദുഷ്കരം കർത്തും തപസ്സ ദശകന്ധര ആഗമൽഫലസിദ്ധ്യർത്ഥം ഗോകർണം തു സഹാനുജ. ശക്തി സമ്പാദിക്കാനേ. സ്വം നിയമമാസ്ഥായ ഭ്രാതരസ്തേ തപോമഹൽ ആസ്ഥിതാ ദുഷ്കരം ഘോരം സർവലോകൈകതാപനം. സ്വം നിയമം ആസ്ഥായ, അവരവരുടെ നിയമത്തെ അനുസരിച്ച് തേ ഭ്രാതരവും, ആ സഹോദരന്മാർ ദുഷ്കരം ചെയ്യാൻ പ്രയാസമുള്ള അല്ലെങ്കിൽ അത്ര തീവ്രമായിട്ടുള്ള ഘോരമായിട്ടുള്ള സർവലോകൈക താപന, എല്ലാ ലോകങ്ങളെയും തപിപ്പിക്കുന്ന തരത്തിലുള്ള, ചുട്ടുപഴിപ്പിക്കുന്ന തരത്തിലുള്ള മഹത്തായ തപസ് ആസ്ഥിത ആചരിച്ചു. എന്താ പറയണ വെച്ചാൽ, ഇവർ 3 കൂടി പോയിട്ട് അങ്ങേയറ്റം തീവ്രമായിട്ടുള്ള, ബാക്കി ആർക്കും ചെയ്യാൻ ദുഷ്കരമായിട്ടുള്ള തരത്തിലുള്ള തീവ്രമായ തപസ്, എല്ലാ ലോകങ്ങളെയും തപിപ്പിക്കത്തക്ക വിധം തീവ്രമായിട്ടുള്ള തപസ്. ആ തപസ്സിൻ്റെ ചൂട് കൊണ്ട് ലോകം മുഴുവൻ ചൂടാവും. അതാണ്, എല്ലാ ലോകങ്ങളെയും തപിപ്പിക്കത്തക്ക തീവ്രമായ തപസ്സോടുകൂടി അവിടെ ഗോകർണത്തിൽ
തപസ് ആചരിച്ചു. സ്വം സ്വം നിയമാസ്ഥായ ഭ്രാതരസ്തേ തപോ മഹദ് ആസ്ഥിത ദുഷ്കരം ഘോരം സർവലോകൈകതാപനം. പിന്നെയോ ദശവർഷസഹസ്രാണി കുംഭകർണോ കരോത്തപഃ വിഭീഷണോപി ധർമാത്മാ സത്യധർമ്മപരായണ പഞ്ചവർഷസഹസ്രാണി പാതേനേകേന തസ്ഥിവാൻ. തപസ്സിൻ്റെ കാര്യം പറയുക. കുംഭകർണൻ ദശവർഷസഹസ്രാണി 10,000 വർഷം തപഃ അകരോത്ത് തപസ് ചെയ്തു കുംഭകർണൻ. സത്യധർമ്മപരായണ സത്യത്തെയും ധർമ്മത്തെയും ആശ്രയിക്കുന്ന പിന്നെ വലിയ ധർമ്മനിഷ്ഠനായിട്ടുള്ള ധർമാത്മ ആയിട്ടുള്ള വിഭീഷണനും 5 വർഷസഹസ്രാണി 5000 വത്സരം ഏകേന പാതേന ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് തസ്ഥിവാൻ നിന്നുകൊണ്ട് തപസ് ചെയ്തു. എന്താണ്? കുംഭകർണൻ 10,000 കൊല്ലം തപസ് ചെയ്തു. പിന്നെ നല്ല ധർമ്മിഷ്ഠനും സത്യധർമ്മങ്ങളിൽ തൽപരനുമായിട്ടുള്ള വിഭീഷണൻ 5000 വർഷം ഒറ്റക്കാലം വരുന്ന തപസ് ചെയ്തു. ദശവർഷസഹസ്രാണി കുംഭകർണോ കരോത്തപ വിഭീഷണോപി ധർമാത്മാ സത്യധർമ്മപരായണ പഞ്ചവർഷസഹസ്രാണി പാതേനേകേന തസ്ഥിവാൻ. 9ൻ്റെ ഒരു വരിയും 10. ദിവ്യം വർഷസഹസ്രം തു നിരാഹാരോ ദശാനന പൂർണേ വർഷസഹസ്രേ തു ശീർഷമഗ്നൗ ജുഹാവസ ഏവം വർഷസഹസ്രാണി നവ തസ്യാദിചക്രമു. ദശാനന രാവണനോ നിരാഹാര ആഹാരമില്ലാത്തവനായിട്ട് ദിവ്യം വർഷസഹസ്രം ദിവ്യമായ 1000 വർഷം പൂർണ്ണേ വർഷസഹസ്രേ 1000 വത്സരം പൂർണ്ണമായാലോ 1000 ചെയ്യും. എന്നിട്ട് അവൻ ശീർഷം തലയെ അഗ്നോ ജുഹാവ ഒരു തല മുറിച്ചിട്ട് അഗ്നിയിൽ ഹോമിക്കും. 1000 കൊല്ലം തപസ് ചെയ്യും. എന്നിട്ട് ഒരു തല മുറിച്ചിട്ട് അത് അഗ്നിയിൽ ആ ബ്രഹ്മാവിന് ഹോമിക്കും. ഏവം വർഷസഹസ്രാണി നവ ഇങ്ങനെ 9000 വർഷം 9 തല തസ്യ അവൻ്റെ അതിചക്രമോ അതിക്രമിച്ചു. അങ്ങനെ 9000 വർഷം ഓരോ 1000 വർഷം കഴിയുമ്പോഴും ഒരു തല ഹോമിക്കും. അങ്ങനെ 9 തലയും ഹോമിച്ചു എന്നാണ് പറയുന്നത്. നോക്കൂ, രാവണനാകട്ടെ നിരാഹാരനായിട്ട് ആഹാരം കഴിക്കാതെ 1000 സംവത്സരം തപസ് ചെയ്തിട്ട് 1000 വർഷം കഴിയുമ്പോൾ ഒരു തല താൻ തന്നെ വെട്ടി അഗ്നിയിൽ ഹോമിക്കും. ഇങ്ങനെ അവൻ 9000 വർഷം കഴിഞ്ഞു. 1000 ദിവ്യ സംവത്സരം എന്നത്, അതായത് ശരിക്ക് 1000 ദിവ്യ സംവത്സരം നമ്മുടെ 360,000 കൊല്ലാണ് കേട്ടോ. അവരുടെ ഒരു കൊല്ലം നമ്മുടെ 360,000 കൊല്ലാണ്. അപ്പോൾ അങ്ങനെ ഓരോ 1000 വർഷം കഴിയുമ്പോഴും അവനവൻ്റെ ഒരു തല വെട്ടി ഹോമിക്കും. അങ്ങനെ 9000 ചെയ്തു. അപ്പോൾ 9 തലയും പോയി. ദിവ്യം വർഷസഹസ്രം തു നിരാഹാരോ ദശ പൂർണേ വർഷസഹസ്രേ തു ശീർഷമഗ്നൗ ജുഹാവസ ഏവം വർഷസഹസ്രാണി നവ തസ്യാദിചക്രമു. ഇനി 11 കേട്ടോ. അഥ വർഷസഹസ്രേ തു ദശമേ ദശമം ശിര ചേത്തുകാമസ്യ ധർമാത്മാ പ്രാപ്തശ്ചാഥ പ്രജാപതി. അഥ ദശമേ വർഷസഹസ്രേ തു അങ്ങനെ 10,000 വർഷം കഴിയാറായി. അപ്പോൾ ദശമം ശിര 10 തലയിലേ ആകുള്ളൂ. 10ാമത്തെ തലയെ ശിരസിനെ ഛേത്തുകാമസ്യ അതും ഛേദിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിൽ ധർമാത്മാ പ്രജാപതി. അപ്പോൾ ബ്രഹ്മാവിനെയാണ് തപസ് ചെയ്യണത്. പ്രാപ്തഹച്ച പ്രാപിക്കുകയും ചെയ്തു. അതായത് 10,000 വർഷം പിന്നെ 9000 വർഷം കഴിഞ്ഞപ്പോൾ 9 തല വെട്ടി ഹോമിച്ചു. പിന്നെ 10,000 വർഷം കഴിഞ്ഞപ്പോൾ ഇനി ആ ഒരു തലയെ ബാക്കിയുള്ളൂ. അതും വെട്ടാനായിട്ട് അങ്ങോട്ട് ഭാവിക്കണ സമയത്ത്, അല്ലെങ്കിൽ വെട്ടാൻ ആഗ്രഹിക്കുകയാണ്. ആ സമയത്ത് അത് വെട്ടുന്നതിന് മുമ്പ് മുറിക്കാൻ ഭാവിക്കുകയാണ്. 10ാമത്തെ തല മുറിക്കാൻ ഭാവിക്കണ സമയത്ത് രാവണൻ്റെ മുമ്പിൽ ബ്രഹ്മാവിനെയാണ് തപസ് ചെയ്യണം. ബ്രഹ്മാവ് പ്രത്യക്ഷനായി. 10ാമത്തെ തല മുറിക്കാൻ സമ്മതിച്ചില്ല ബ്രഹ്മാവ്. അതിനു മുമ്പ് പ്രത്യക്ഷനായി. അഥവർണ സഹസ്രേ തു ദശമേ ദശമം ശിരാ ചേത്തു കാമസ്യ ധർമാത്മാ പ്രാപ്തശ്ചാഥ പ്രജാപതി. അവിടെ പ്രാപ്തശ്ചാതാവണ പ്രത്യക്ഷപ്പെട്ടു. വത്സ ദശഗ്രീവ പ്രീതോസ്മീത്യഭ്യഭാഷത
വരം വരയദാസ്യാമി യത്തെ മനസ്സി കാക്ഷിതം. അപ്പോൾ പറയും ബ്രഹ്മാവ്, പ്രീതാസ്മി, ഞാൻ പ്രീതനായി, ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇതി അഭ്യഭാഷത എന്ന് പറഞ്ഞ് വരം വരയാ, നീ ഇഷ്ടമുള്ള വരത്തെ വരിച്ചാലും, തേ മനസ്സി, നിൻ്റെ മനസ്സിൽ കാക്ഷിതം, നിനക്ക് എന്താണ് ഇഷ്ടം ചാത്, തദ്ദാസ്യാമി, ഞാൻ അത് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞു, ഹേ വത്സ രാവണ, ഞാൻ നിന്നിൽ പ്രീതനായിരിക്കുന്നു, നിൻ്റെ മനസ്സിൽ ആഗ്രഹിക്കണ വരം എന്താണെങ്കിലും വരിച്ചോളൂ, ഞാൻ നിനക്ക് എന്താ ആഗ്രഹം വെച്ചാൽ അത് ഞാൻ നൽകാൻ തീർച്ചയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. വത്സ ദശഗ്രീവാ പ്രീതോസ്മിത്യഭ്യഭാഷത വരം വരയദാസ്യാമി യത്തെ മനസ്സി കാക്ഷിതം. ദശഗ്രീവോപി തച്ഛ്രുത്വാ പ്രഹൃഷ്ടേനാന്തരാത്മന അമരത്വം വൃണോമീശാ വരദോ യതി മേ ഭവാൻ. എന്താ വരം വരിച്ചത്? തച്ഛ്രുത്വ, അത് കേട്ടിട്ട് ദശഗ്രീവ അഭി, രാവണനും പ്രഹൃഷ്ടേനാന്തരാത്മന, സന്തോഷിച്ച മനസ്സോടുകൂടി പറഞ്ഞു, ഈശാ, ഹേ ഈശ്വര, ഭവാൻ, അങ്ങ് മേ വരദ, എനിക്ക് വരം തരുന്നുണ്ടെങ്കിൽ അമരത്വം വൃണോമി, എനിക്ക് മരണമില്ലായ്മ എനിക്ക് തരണം. അമരത്വം, മരണമില്ല, അതാണ് എനിക്ക് വേണ്ട വരം. ഞാൻ ഒരിക്കലും മരിക്കരുത്, അതാണ് എനിക്ക് വേണ്ട വരം. ഇപ്പം രാവണൻ അതൊക്കെ എന്ത് വേണ്ടെന്ന് വരിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായിട്ട് പറഞ്ഞു, ഹേ ഭഗവാൻ, അങ്ങ് എനിക്കൊരു വരം തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ട വരം എന്താ അറിയോ? മരണമില്ലായ്മയെ ഞാൻ വരിക്കുന്നു. അമരത്വമാണ് എനിക്ക് വേണ്ടത്, മരണമില്ലായ്മ എന്ന് പറഞ്ഞു രാവണൻ. നോക്കണേ മോഹം. ദശഗ്രീവോ പിതശ്രുത്വാ പ്രഹൃഷ്ടേനാന്തരാത്മന അമരത്വം വൃണോമീശാ വരദോ യതി മേ ഭവാൻ. 14. സുവർണനാഗയക്ഷാണാം ദേവതാനാം തഥാസുരൈ അവധ്യത്വം തുമേ ദേഹി തൃണഭൂത ഹിമാനുഷാഹ. സുവർണനാഗയക്ഷാണാം, ഗരുഡൻ, പിന്നെയോ സർപ്പങ്ങൾ, യക്ഷന്മാർ, ഇവർക്കും ദേവതാനാം, ദേവന്മാർക്കും, തഥാ അസുരൈ, അപ്രകാരം അസുരന്മാരാലും അവധ്യത്വം, വധിക്കപ്പെടുവാൻ കഴിയാത്തവനെ എന്ന ഒരു അവസ്ഥയെ, ഇവർക്കാർക്കും വധിക്കപ്പെടാൻ കഴിയാത്ത ഒരവസ്ഥയെ മേദേഹി, എനിക്ക് ദാനം ചെയ്താലും, മാനുഷാഹ, മനുഷ്യന്മാർ, തൃണഭൂതാഹി, തൃണമായിരിക്കുന്നവർ തന്നെ. എന്താണ് അഹങ്കാരം? എന്താ രാവണൻ പറഞ്ഞറിയോ? അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അമരത്വം തരണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം എന്താ പറഞ്ഞറിയോ? ഗരുഡൻ, സർപ്പങ്ങൾ, യക്ഷന്മാർ, ദേവന്മാർ, അസുരന്മാർ, ഇവരാൽ മുഴുവൻ ഞാൻ അവധ്യനാവണം. ഇവരാൽ ആരാലും ഞാൻ വധിക്കപ്പെടരുത് എന്നുള്ള വരം തന്നാലും. മാത്രമല്ല, എന്നിട്ടൊരു അഹങ്കാരം കൂടി പറയേ. ഇത് മാത്രമല്ല പറഞ്ഞുള്ളൂ, ഗരുഡൻ, സർപ്പങ്ങൾ, യക്ഷന്മാർ, ദേവന്മാർ, അസുരന്മാർ, ഇവരുടെ കൈകൊണ്ട് ഞാൻ വധിക്കപ്പെടാൻ പാടില്ല. പിന്നെ ആ വരം എനിക്ക് തന്നാലും, പിന്നെ മനുഷ്യരാകട്ടെ, മനുഷ്യരെനിക്ക് മനുഷ്യരെ ഞാൻ പറയുന്നില്ല, മെൻഷൻ ചെയ്യുന്നില്ല. എന്താ വെച്ചാൽ മനുഷ്യരുടെ കയ്യാൽ മരിക്കാതിരിക്കാനുള്ള വരം വേണമെന്ന് ഞാൻ പറയണില്ല. എന്താ കാരണം വെച്ചാൽ മനുഷ്യര് എനിക്ക് പുല്ല് പോലെയാണ്. അതുകൊണ്ട് ഞാൻ അവരാൽ വധിക്കപ്പെടുന്ന പ്രശ്നമേ ഉദിക്കണില്ല. അതുകൊണ്ട് അവരാൽ വധിക്കപ്പെടരുത് എന്നുള്ള വരം ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നില്ല. ബാക്കി എല്ലാവരാലും വധിക്കപ്പെടരുത് എന്നുള്ള വരം എനിക്ക് അങ്ങ് നൽകണം. മനുഷ്യരെ ഞാൻ പ്രത്യേകം എടുത്ത് പറയണില്ല. എന്താ കാരണം വെച്ചാൽ മനുഷ്യർ വെറും പുല്ലിന് സമാണ് എനിക്കത്. അഹങ്കാരം നോക്കൂ. സുവർണനാഗയക്ഷാണാം ദേവതാനാം തഥാസുരൈ അവധ്യത്വം തുമേ ദേഹി തൃണഭൂതാഹി മാനുഷാഹ. 15. തഥാസ്ത്വിതി പ്രജാധ്യക്ഷ പുനരാഹദശാനനം അഗ്നൗ ഹുതാനി ശീർഷാണി യാനി മേ സുരസത്തമാ ഭവിഷ്യന്തി യഥാ പൂർവ മക്ഷയാണി ച സത്തമ തഥാസ്തു. എന്ത് പറഞ്ഞു ബ്രഹ്മാവ്? വലിയ ആപത്തൊന്നും ബ്രഹ്മാവ് ആലോചിച്ചില്ല. ശരിക്കും വലിയ ആപത്താണ്, പക്ഷേ അതൊന്നും ആലോചിച്ചില്ല. ആരാലും വധിക്കപ്പെടാൻ പാടില്ല എന്നാ പറഞ്ഞാൽ ഇപ്പോൾ എത്ര ദുഷ്ടത കാണിച്ചാലും ആർക്കും വധിക്കാൻ പറ്റില്ല വെച്ചാൽ ദേവന്മാർക്ക് പറ്റില്ല, അസുരന്മാർക്ക് പറ്റില്ല, ആർക്കും പറ്റില്ല. ഇത്ര ശക്തിയുള്ള ഗരുഡന് പറ്റില്ല, അനന്തം പാമ്പിന് പറ്റില്ല, ആർക്കും പറ്റില്ല. വലിയ വരാ കൊടുത്തത്. എത്ര ദുഷ്ടത കാണിച്ചാലും പേടിക്കില്ല. ഇവരാരും കൊല്ലപ്പെടില്ല. മനുഷ്യന്മാർക്ക് അത്ര ശക്തിയില്ലേനും. അപ്പോൾ
തഥാ അസ്തു എന്ന് വീണ്ടും വിചാരം അത്ര ഇല്ലാതെ ബ്രഹ്മാവ് തഥാ അസ്തു അങ്ങനെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രജാധ്യക്ഷ ബ്രഹ്മാവ് ദശാനനം പുനഃ ആഹ രാവണനോട് പിന്നെയും പറഞ്ഞു, അസുരസത്തമ, ഹേ അസുരശ്രേഷ്ഠ, തേ യാനി ശീർഷാണി, നിന്റെ യാതൊരു ശിരസ്സുകൾ അഗ്നൗഹുതാനി അഗ്നിയിൽ ഹോമിക്കപ്പെട്ടുവോ? 9 തല ഇതുവരെയായിട്ട് അഗ്നിയിൽ ഹോമിച്ചുവല്ലോ. താനി അവ യഥാപൂർവ്വം, അതൊക്കെ നിനക്ക് ഞാൻ തിരിച്ചുണ്ടാവട്ടെ എന്നുള്ള അനുഗ്രഹം കൂടി തരുന്നു എന്ന് പറഞ്ഞു. അതാണ് താനി അവ, താനി യഥാപൂർവം മുമ്പത്തെ പോലെ ഭവിഷ്യന്തി, ഭവിക്കും. തലയൊക്കെ തിരിച്ച് കഴുത്ത് തന്നെ പോയി ആദി ദശാനനൻ തന്നെയാവും, 10 തലയുള്ള ആളാവും. ആ ഒരു വരം കൂടിയും കൊടുത്തു. സത്തമാഹേ ശ്രേഷ്ഠ അക്ഷയാണീച്ച, അക്ഷയങ്ങളുമായിരിക്കും. ശരി, അപ്രകാരം ഇതാണല്ലോ പറഞ്ഞതപ്പോൾ. മനുഷ്യനെ ഞാൻ പറയില്ല, ബാക്കി ആരാലും വധിക്കപ്പെടരുതെന്ന് പറഞ്ഞപ്പോൾ തഥാസ്തു പറഞ്ഞു. അപ്രകാരം ഭവിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചിട്ട് ബ്രഹ്മാവ് ഒരു കാര്യം കൂടി രാവണനോട് പറഞ്ഞു. ഹേ അസുരശ്രേഷ്ഠ, രാക്ഷസശ്രേഷ്ഠ, അഗ്നിയിൽ നീ ഹോമിക്കപ്പെട്ട നിൻ്റെ ആ 9 ശിരസ്സുകളും മുമ്പത്തെ പോലെ നിൻ്റെ കഴുത്തിൽ തന്നെ വേണ്ട പോലെ ശരിയായിട്ട് വരും എന്ന് പറഞ്ഞു. ഹേ സത്തമ, അവർക്ക് ക്ഷയം വരികയുമില്ല എന്ന് പറഞ്ഞ് ആ ചോദിക്കാത്ത വരം കൂടിയാണ് കൊടുത്തു ബ്രഹ്മാവ്. തഥാസ്ത്വിതി പ്രജാധ്യക്ഷ പുനരാഹ ദശാനനം അഗ്നൗഹുതാനി ശീർഷാണി യാനി തേ സുരസത്തമ ഭവിഷ്യന്തി യഥാ പൂർവം അക്ഷയാണി ച സത്തമ. 16 കൂടി വായിക്കാം. ഏവമുക്ത്വാ തതോ രാമ ദശഗ്രീവം പ്രജാപതി വിഭീഷണമുവാചേദം പ്രണതം ഭക്തവത്സല. ദശഗ്രീവം ഏവമുക്ത്വ, രാവണനോട് ഇപ്രകാരം പറഞ്ഞിട്ട് രാമ, ഹേ രാമ, ഭക്തവത്സല, പ്രജാപതി, ഹേ ശ്രീരാമ, ഇങ്ങനെ പറഞ്ഞിട്ട് ഭക്തന്മാരിൽ വളരെ വാത്സല്യമുള്ള ബ്രഹ്മാവ് വിഭീഷണനോട് ഇതം ഉവാച, വിഭീഷണന് കൊടുക്കണമല്ലോ, വിഭീഷണനോട് ഇപ്രകാരം പറഞ്ഞു. രാവണന് കൊടുത്തു കഴിഞ്ഞു ഇപ്പോൾ വരം, പിന്നെ വിഭീഷണനോട് പറഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം. ഏവമുക്ത്വാ തതോ രാമ ദശഗ്രീവം പ്രജാപതി വിഭീഷണമുവാചേദം പ്രണതം ഭക്തവത്സല. അതായത് രാവണന് വരം കൊടുത്ത് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഭക്തവത്സലനായിട്ടുള്ള ബ്രഹ്മാവ് നമസ്കരിച്ച നിൽക്കുന്ന വിഭീഷണനോട് ഇപ്രകാരം പറഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് ഇന്നിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.